എന്തൊക്കെയുണ്ട് വിശേഷം? അഞ്ചുമോളുടെ ഡ്യൂട്ടിയിലാണോ? അഞ്ചുമോൾക്ക് നൈറ്റ് ഓഫാ. അവന്മാര് ചെറുതായിട്ട് പൊട്ടിക്കാണ് കളിയാ. പൊട്ടിക്ക് നിർത്തിന്ന് തോന്നുന്നു അല്ലേ? അവന്മാര് പാവങ്ങളെ കുറെ കൊന്നടിക്കും. അല്ലാതെ ഈ യുദ്ധം കൊണ്ട് എന്ത് പ്രയോജനം അളിയാ? ഓ അളിയാ, നീ അങ്ങ് മുടിഞ്ഞ ഡയലോഗാണല്ലോ. എന്റെ ചേട്ടാ, നിങ്ങൾ എവിടെയോ നടക്കുന്ന യുദ്ധത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ HMന്റെ പുതിയ പരിപാടി വരുന്നില്ലേ, ഓണവില്ല്, സർഗം 2025, മാളികമേനോന്റെ, അതിനെപ്പറ്റി വല്ലതും സംസാരിക്കുവോ? അന്ന് ബുക്ക് ചെയ്തോ? അതെന്താ അളിയാ, എനിക്കത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നു. 2 പ്രോഗ്രാം, 2 സ്റ്റേജ്, കോംബോ ഓഫർ, അതൊന്നും നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. ഫുള്ള് കൺഫ്യൂഷൻ. അതല്ലേ ഇതെല്ലാം കൂടി ഒറ്റൊരു ദിവസമായിട്ട് ഇവർക്ക് ചെയ്താൽ പറയുന്നില്ല ഈ പ്രോഗ്രാം. കൺഫ്യൂഷൻ മാർക്കിട്ടില്ല ശരിക്കും. എന്റെ അളിയ, നിങ്ങൾ പറയും പോലെ അല്ല, അവര് നടത്തുന്ന ശരിക്കും സ്റ്റേജ് ഷോയാ. അതും ഹൊബാട്ടിൽ ആദ്യമായി ഒരു സൗത്ത് ഇന്ത്യൻ മല്ലു ഷോ. പാട്ടുകാരുടെയും ഡാൻസേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഓണപരിപാടികൾ നടക്കുന്ന ആ ഹാളില് ആ ഷോ ചെയ്യാൻ പറ്റത്തില്ല. C3 ഹോൾ എന്ന് പറഞ്ഞാല് അതൊരു ഷോയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഹോളാ. അവിടുത്തെ ലൈറ്റ്സ്, സൗണ്ട്സ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ഇതൊന്നും അവർക്ക് ഓണപരിപാടി നടത്തുന്ന ഹാളിൽ ചെയ്യാനേ സാധിക്കില്ല. അത് ഓക്കെ അളിയാ, പക്ഷെ ആ ടിക്കറ്റ് അത് കുറച്ച് കൺഫ്യൂസിംഗ് അല്ലേ? ആ ടിക്കറ്റ് ബുക്കിങ്ങിന്റെ അതിനകത്ത് കോംബോ വരുന്നുണ്ട്, പിന്നെ വേറെന്തൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതൊക്കെ കുറച്ചൊരു കൺഫ്യൂസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതൊന്നും ഒരു സീനില്ല. ഈ 2 പ്രോഗ്രാമും നടക്കുന്നത് 2 വീക്സ് ഡിഫറൻസിലാണ്. ഈ 2 പ്രോഗ്രാമിനും കൂടി ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്ക് അവരൊരു കോംബോ ഓഫർ 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടാതെ കേരളി ബേഡിന് വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 20% ഡിസ്കൗണ്ട് ഈ 2 പ്രോഗ്രാമിനും കൂടി കൊടുക്കുന്നുണ്ട്. അത് ചേട്ടാ, നമ്മൾക്ക് UK എത്ര പൗണ്ട് മുടക്കിയാണ് ഓരോ ഷോക്ക് പോയിക്കൊണ്ടിരുന്നത്? എടാ, ഈ പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ അതിൽ തമ്മിലുള്ള വ്യത്യാസം എന്നാ? സ്റ്റേജിന്റെ തൊട്ട് മുന്നിലിരുന്ന് ആർട്ടിസ്റ്റുകളെ തൊട്ടടുത്ത് കണ്ട് പ്രോഗ്രാം കാണണമെങ്കിൽ ആളുകൾ ഒന്നും നോക്കണ്ട, പ്ലാറ്റിനം കൊടുക്കും. ഇനി പ്രോഗ്രാമും കണ്ട് കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കണമെങ്കിൽ ഗോൾഡും ആവാം. ഇനി സിൽവർ എടുത്താൽ പ്രോഗ്രാമും കാണാം, ഡാൻസും കളിക്കാം, പക്ഷെ സ്റ്റേജ് വ്യൂ കുറച്ച് കുറയും. കാരണം ഇത് വലിയൊരു ഹാളല്ലേ. അപ്പോ HMക്ക് ഈ തവണ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ? അല്ലെന്നേ, നമ്മുടെ നിഖിലിന്റെയും മേഘരാജിന്റെയും മ്യൂസിക്കൽ പെർഫോമൻസ് കൂടിയുണ്ട്. അതെവിടെയാ, കഴിഞ്ഞ വർഷം ലക്ഷ്മി ജയനും മറ്റു പാട്ടുകാരും മാജിക് ഷോയും എല്ലാം ഉണ്ടായിട്ടും HMയുടെ പ്രോഗ്രാമിന് $28 ഉണ്ടായിരുന്നു. ഈ വർഷവും ഇയർലി വേണ്ട ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് $27 വരുന്നുള്ളൂ. ഹൊബാട്ടില് ഇതുപോലെ ഒരു ഷോയും ഒരു ഓണപരിപാടിയും വന്ന ആ 2 പരിപാടിക്ക് നമ്മൾ പോണ്ടേ? അതെന്തായാലും എന്റെ പൊന്നടേ, എന്നാ പിന്നെ എന്നെ വെയിറ്റ് ചെയ്യണേ. എയർലി ബേഡ് തീരാറായി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യേ. സെറ്റ് സെറ്റ്